മറ്റൊരു ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. ഗുരുവായൂരിലെ വിദ്വേഷ പരാമർശത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ ടെമ്പിൾ പോലീസാണ് കേസെടുത്തത്. വോട്ട് തേടുന്നതിന് മതസാമുദായിക വികാരങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. റഹീസ് റഷീദാണ് ചേരുന്നത്. റഹീസ് റഷീദ്, വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒപ്പം കേസെടുത്തിരിക്കുകയാണ് ടെമ്പിൾ പോലീസ്. മത്സരിക്കാൻ തടസ്സമുണ്ടോ? നിലവിൽ മറ്റു നടപടികൾ എന്തായിരിക്കും? വിനിത, എഫ്ഐആറിനകത്തെ ഉള്ളടക്കവും കേസെടുത്തതിന്റെ ഏതൊക്കെ വകുപ്പുകളാണ് എന്നത് അടിസ്ഥാനമാക്കിയായിരിക്കാം എത്ര ഗുരുതരമായ നടപടിക്രമങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നത് എന്ന് വ്യക്തമാകൂ. ഗുരുവായൂരിൽ NDA സ്ഥാനാർത്ഥിയായതിന് പിന്നാലെയാണ് 48% ഹിന്ദുക്കളുള്ള ഗുരുവായൂരിൽ എന്തുകൊണ്ട് കഴിഞ്ഞ അരനൂറ്റാണ്ടായി ഒരു ഹിന്ദു MLA ഉണ്ടായിട്ടില്ല എന്ന പരാമർശം ബി ഗോപാലകൃഷ്ണൻ നടത്തിയത്. അതിന് പിന്നാലെ CPIM-ഉം KSUവും സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകി. ആ പരാതി പരിശോധിച്ചതിന് ശേഷമാണ് തൃശൂർ ജില്ലാ കളക്ടറോട് കേസെടുക്കാനുള്ള നിർദ്ദേശം ചീഫ് ഇലക്ടറൽ ഓഫീസറായ രത്തൻ കേൽക്കർ നൽകിയത്. ഇതിൽ ജാതി മത സമവാക്യങ്ങൾ കാര്യങ്ങൾ ഉപയോഗിച്ച് വോട്ട് തേടുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് രത്തൻ കേൽക്കർ അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗുരുവായൂരിലെ ടെമ്പിൾ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. FIRന്റെ ഉള്ളടക്കം അല്പസമയത്തിനകം നമുക്ക് കിട്ടും. അത് കിട്ടിയതിനു ശേഷമാണ് ബി ഗോപാലകൃഷ്ണൻ എത്രത്തോളം നിയമപരമായി പ്രതിസന്ധിയിലാകും എന്ന കാര്യം വ്യക്തമാകൂ. എന്തായാലും നിയമ നടപടികൾ ഉണ്ടായെങ്കിലും പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് നേരത്തെ തന്നെ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് മതവിദ്വേഷമല്ല, പ്രാക്ടിക്കലായി അവിടെ ഉണ്ടായ ഒരു സംഭവമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ഏതായാലും പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്. വിവാദം ഇങ്ങനെ കത്തുമ്പോഴും പ്രസ്താവന പിൻവലിക്കാൻ ഗോപാലകൃഷ്ണൻ തയ്യാറായിട്ടില്ല. BJP അതിനെ തള്ളിപ്പറയുന്നുമില്ല. പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുമെന്നാണ് ഗോപാലകൃഷ്ണൻ ഇന്ന് ആവർത്തിച്ചത്. വിളക്ക് കത്തിക്കുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു MLA, ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് മിത്താണ് എന്ന് പറയുന്ന വേറൊരു MLA. അപ്പം ഈ ഗുരുവായൂർ ക്ഷേത്രവും അതിൻ്റെ ചൈതന്യവും അതിൻ്റെ പരിപാവനത്വവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഗുരുപവനപുരിയിൽ വിരുദ്ധ സമീപനമുള്ളവരല്ലേ ഇവിടെ MLA-മാരായി വരുന്നത്? എന്തുകൊണ്ട് ഈ പാർട്ടികൾ, ഇടതുപക്ഷവും വലതുപക്ഷവും, ഞാൻ വീണ്ടും 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 ഉന്നയിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഈ ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA നിൽക്കാത്തത്?